ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് മുൻവശം, ചേലക്കര. കൊണ്ടാഴി മായന്നൂർ ത്രിലക്കോട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് മുന്നോടിയായി ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തിന് തുടക്കമായി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഹരേ. കൊണ്ടാഴി മായന്നൂർ ത്രിളക്കോട് ശിവവിഷ്ണു ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷം ഫെബ്രുവരി 29 മുതൽ മാർച്ച് 8 വരെയാണ് 9 ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും. ശിവരാത്രി ആഘോഷത്തിന് മുന്നോടിയായി നടത്തുന്ന ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് വ്യാഴാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ തുടക്കമായി. തുളസി ബാലകൃഷ്ണൻ വടക്കഞ്ചേരിയാണ് യജ്ഞാചാര്യ. സഹയജ്ഞാചാര്യ ഗീതയാണ്. ആചാര്യവരണത്തോടുകൂടി യജ്ഞ ചടങ്ങുകൾക്ക് ആരംഭമായി. നിരവധി ഭക്തജനങ്ങൾ ആചാര്യവരണ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു. തുടർന്ന് ശ്രീകോവിലിന്റെ സന്നിധിയിൽ മേൽശാന്തി അച്ചു നമ്പൂതിരി, ക്ഷേത്രസമിതി പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതിനു ശേഷം യജ്ഞാചാര്യ ഭാഗവത മാഹാത്മ്യ പാരായണം നിർവഹിച്ചു. ജീവിതത്തിൽ പകർത്തി കാണിക്കേണ്ട പല കാര്യങ്ങളും ഈ ഭാഗവതത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ നമ്മളൊക്കെ ഭൗതിക ജീവിതത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ? സുഖം കിട്ടുമോ എന്ന് അറിയാന്. അല്ലെങ്കിൽ ദുഃഖം കിട്ടാൻ വേണ്ടി പ്രയത്നിക്കാറുണ്ടോ? ജോലിക്ക് കൊണ്ട് എന്തിനാ? അവിടുന്ന് കിട്ടുന്ന കാശുകൊണ്ട് സുഖമായിട്ടിരിക്കാം. കുട്ടികളായിരിക്കുമ്പോൾ വിചാരിക്കും സ്കൂളില് നല്ല മാർക്ക് കിട്ടിയാൽ നല്ല സുഖമാണ്, വീട്ടിൽ പോയാൽ അച്ഛനും അമ്മയൊക്കെ നല്ലോണം സ്വീകരിക്കും. എന്നിട്ട് തൃപ്തി വരാറുണ്ടോ? ഇല്ല. വലുതാവുമ്പോ പിന്നെ മോഹങ്ങൾ കൂടണം, നല്ല ജോലി വേണമെന്നാവണം. ജോലി കിട്ടിയിട്ട് സുഖം കിട്ടുന്നുണ്ടോ? അതുമില്ല. എന്നാ ഒരു കല്യാണം കഴിച്ചാലോ? അപ്പൊ സുഖം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കല്യാണം കഴിച്ചിട്ട് സുഖം ഉണ്ടായവരാരെങ്കിലും ഉണ്ടോ? അതുമില്ല. പിന്നെയോ അവസാനം അങ്ങനെ സുഖം തേടി ഭൗതിക ജീവിതത്തിൽ കൂടെ നടന്ന് അവസാനം എവിടെയും സുഖം കിട്ടണില്ല. പിന്നെ എവിടെയാ കിട്ടുക എന്ന് നമ്മൾ അന്വേഷിക്കണം അല്ലെ. അന്വേഷിക്കുമ്പോഴാണ് അടുത്ത എവിടെയോ ഒരു അമ്പലത്തിൽ ഒരു സത്സംഗം നടക്കണം. എല്ലാവരും പറഞ്ഞു പോയി കേട്ടോളൂ, നല്ലതാ. അങ്ങനെ കേൾക്കാൻ വരുമ്പോ ഭാഗവതത്തിലെ കുറച്ച് കാര്യങ്ങള് ആ പ്രദക്ഷിണം വയ്ക്കുമ്പോ, ഒന്ന് തൊഴുമ്പോ, ഒന്ന് നമസ്കരിക്കുമ്പോ കുറച്ചൊക്കെ ഇങ്ങനെ ചെവിയിൽ കേൾക്കും. വെള്ളിയാഴ്ച വരാഹവതാരം പാരായണ ഭാഗങ്ങൾ നടന്നു. സപ്താഹ ജ്ഞാന യജ്ഞ ദിനങ്ങളായ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിനങ്ങളിൽ വൈകിട്ട് 6:30 മാല മനോജ് കുമാർ, ഗുരുവായൂർ ജ്യോതിദാസ്, കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ, ഞരളത്ത് രാമദാസ് പൊതുവാൾ, ഡോക്ടർ സിന്ധു വാര്യർ, കലാമണ്ഡലം ബിലഹരി എസ് മാരാർ പാല എന്നിവരുടെ സോപാന സംഗീതവും നടക്കും. ശിവരാത്രി മഹോത്സവ ദിനമായ വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം 7:30 ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാരുടെ സോപാന സംഗീതമുണ്ടായിരിക്കും. ഉച്ചയ്ക്ക് മഹാ അന്നദാനവും വൈകിട്ട് തായമ്പകയും രാത്രിയിൽ ഫ്യൂഷൻ ഗാനമേളയും നൃത്തകലാസന്ധ്യയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 3 ശക്തികളും ഇവിടെ സമ്മേളിതമായ ഈ ഗായത്രിപ്പുഴയ്ക്ക് അഭിമുഖമായുള്ള ഈ ക്ഷേത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയിലുള്ള ശക്തിവിശേഷങ്ങളെല്ലാം തന്നെ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ആ ഒത്തുചേർന്ന സന്ദർഭത്തില് നാമജപവും അതുപോലെ തന്നെ സ്വവചനങ്ങളും ആണ് നമ്മൾ വരും ദിവസങ്ങളിൽ കേൾക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഈ 7 ദിവസത്തെ സപ്താഹം വായന കഴിഞ്ഞാൽ നമുക്ക് അറിയാം ശിവരാത്രി മഹോത്സവമാണ്. അത് വളരെ സമുചിതമായിട്ട് നമുക്ക് നടത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞാൽ നമ്മുടെ പ്രതിഷ്ഠാ ദിനമാണ്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ച താഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ പ്രദേശത്തെ എല്ലാ സുമനസ്സുകളും നല്ല സുമനസ്സുകളായ ആളുകളൊക്കെ തന്നെ ശ്രമഫലമായിട്ട് നമുക്ക് ഇന്ന് 2 ശ്രീകോവിലുകൾ ഒരു ചുറ്റമ്പലത്തിനുള്ളിലുള്ള നമ്മുടെ ഈ പ്രദേശത്ത് അങ്ങനെയുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് നമ്മൾ. CCV ന്യൂസ്, കൊണ്ടാഴി.